ഇന്ത്യയിൽ പശു ഇന്ന് വെറും ഒരു മൃഗമല്ല, അതൊരു രാഷ്ട്രീയ ആയുധമാണ്. വിദ്വേഷം പടർത്താനും ജനങ്ങളെ ധ്രുവീകരിക്കാനും ഭരണകൂടം ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ഉപകരണം. എന്നാൽ ഈ പശുരാഷ്ട്രീയത്തിന്റെ കപടതയെ അതേ നാണയത്തിൽ നേരിടാൻ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകൾ ഒരു റിവേഴ്സ് സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുക, രാജ്യവ്യാപകമായി ഗോവധം വിരോധിക്കുക. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താൻ മുസ്ലിം സംഘടനകൾ ഉന്നയിച്ച ഈ ആവശ്യത്തിനു മുന്നിൽ പക്ഷേ ഭരണകൂടം പതറുകയാണ്. പശു ഞങ്ങളുടെ മാതാവാണെന്ന് വാചാലരാകുന്നവർ എന്തുകൊണ്ട് അതിനെ ദേശീയ മൃഗമാക്കാൻ മടിക്കുന്നത്? ഈ വ്യവസ്ഥയുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ യുക്തി മതപരമല്ല, ശാസ്ത്രീയവും സാമ്പത്തികവുമാണ്. അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുസ്ലിം അംഗമായിരുന്ന സാഹിറുൽ ഹസൻ ജാരി അന്നത്തെ ഹിന്ദു അംഗങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് മതപരമായ കാരണങ്ങളാലാണ് നിരോധനം വേണ്ടതെങ്കിൽ അത് തുറന്നു പറയുക, അല്ലാതെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറവിൽ ഒളിക്കരുത്. അന്ന് ലാരി ചൂണ്ടിക്കാണിച്ച അതേ ഒളിച്ചുകളി ഇന്നത്തെ ഭരണാധികാരികളും തുടരുകയാണ്. പശുവിനെ ദേശീയ മൃഗമാക്കിയാൽ അതിന്റെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിൻ്റെതാകും. കോടിക്കണക്കിന് വരുന്ന കന്നുകാലികളെ പരിപാലിക്കാൻ ഖജനാവിൽ നിന്ന് പണമൊഴുക്കേണ്ടി വരും. അതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് തുകൽ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ ബിസിനസ് തകരും. അതുകൊണ്ട് ഹമാര മാത എന്ന് വിളിക്കുമ്പോഴും അതിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് പശു ഇവർക്ക് സംരക്ഷിക്കാനുള്ളതല്ല, മറിച്ച് അപരനെ ആക്രമിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങൾ തകർക്കുന്നത് പാവപ്പെട്ട കർഷകന്റെ ജീവിതമാണ്. BJP അധികാരത്തിലെത്തിയ പശ്ചിമ ബംഗാളിൽ കന്നുകാലി കശാപ്പിന് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. കശാപ്പ് ചെയ്യണമെങ്കിൽ മൃഗത്തിന് 14 വയസ്സ് തികയണമെന്നാണ് പുതിയ നിബന്ധന. മൃഗങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നാട്ടിൽ ഇതെങ്ങനെ തെളിയിക്കും? ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുസ്ലിങ്ങളെയല്ല, മറിച്ച് ഹിന്ദുക്കളായ ഘോഷ് സമുദായത്തിലെ കർഷകരെയാണ്. പാലുൽപാദനം നിലച്ച ഒരു പശുവിനെ വളർത്താൻ പ്രതിദിനം 500 രൂപയോളം വേണം. വിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ഭാരം താങ്ങാനാവാത്ത കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ബംഗാളിലെ 25,000 കോടി രൂപയുടെ തുകൽ വ്യവസായവും 5 ലക്ഷത്തോളം തൊഴിലാളികളുമാണ് ഇതുവഴി വഴിയാധാരമാകുന്നത്. വർഗീസ് കുര്യൻ തന്റെ ആത്മകഥയിൽ പറഞ്ഞത് അത്ര ശരിയായിരുന്നു. കറവ പറ്റിയ പശുക്കളെ സംരക്ഷിക്കാൻ ആവശ്യമായ പുൽമേടുകളോ സംവിധാനങ്ങളോ ഇന്ത്യയിലില്ല. അതിന്റെ ഫലമായി 50 ലക്ഷത്തോളം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളാണ് ഇന്ന് ഇന്ത്യയിലെ തെരുവുകളിലും ഹൈവേകളിലും പ്ലാസ്റ്റിക് തിന്ന് വണ്ടിയും ഇടിച്ച് ചാവുന്നത്. ഇതാണോ നമ്മൾ പറയുന്ന ഗോമാതാവിനോടുള്ള ആദരവ്? ഇന്ത്യൻ ഭരണകൂടം നിലകൊള്ളുന്നത് മതേതരത്വത്തിലാണോ അതോ മതത്തിലൂന്നിയ രാഷ്ട്രീയത്തിലാണോ എന്ന് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പശുവിനെ മുൻനിർത്തിയുള്ള ഈ കപടനാട്യവും വിദ്വേഷ രാഷ്ട്രീയവും അവസാനിപ്പിക്കാൻ ഒരൊറ്റ ആത്മാർത്ഥമായ നിയമനിർമ്മാണം മതി. എന്നാൽ ഭരണകൂടത്തിന് അതിന് താല്പര്യമില്ല. കാരണം ഈ ഉപകരണം നഷ്ടപ്പെട്ടാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ അവർക്ക് പുതിയൊരെണ്ണം കണ്ടെത്തേണ്ടി വരും. പശുവിനോടുള്ള സ്നേഹമല്ല, അധികാരത്തോടുള്ള ആർത്തിയാണ് ഈ വ്യവസ്ഥിതിയെ നയിക്കുന്നത്. ചിന്തിക്കുക, പ്രതികരിക്കുക.